കേജ്രിവാൾ വലിയ ധർമ്മസങ്കടത്തിലാണ്. ധർമ്മസങ്കടം എന്ന് പറയാൻ പാടില്ല. വാസ്തവത്തിൽ ധർമ്മസങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സങ്കടമാണ്. ഇതാണോ അതാണോ ചെയ്യേണ്ടത്, ചിലപ്പോൾ രണ്ടും ശരിയെന്ന് തോന്നുന്ന ഘട്ടം ഇതിനാണ് ധർമ്മസങ്കടം. അതുകൊണ്ട് ധർമ്മസങ്കടം എന്നുള്ള വാക്ക് ഞാൻ പിൻവലിക്കുന്നു. ഈ മനുഷ്യന് ഈ പറഞ്ഞ ധർമ്മമൊന്നും അടുത്തുകൂടെ പോയിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇയാളുടെ രാജ്യസഭാ മെമ്പറാണ് സ്വാതി മലിവാൾ എന്ന സ്ത്രീ. ആ സ്ത്രീയെ ഇയാളുടെ ആ പി എ കറപ്ഷൻ കേസിൽപ്പെട്ട് ജോലി പോയവനാണ്. പി എ സ്ഥാനം തെറിച്ചു അയാളുടെ. എന്നിട്ട് അൺഒഫീഷ്യൽ പി എ ആയിട്ട് ഈ മനുഷ്യൻ കൊണ്ടു നടക്കുകയാണ്. ആ തടിമാടൻ തലയൊക്കെ മുട്ടയടിച്ച് കണ്ടാൽ തന്നെ അറിയാം ഒരു ഗുണ്ടയാണ്. അയാൾ ഈ സ്ത്രീയെ എടുത്തിട്ട് പെരുമാറി അതിൻ്റെ വീഡിയോ ഒക്കെ പുറത്തു വന്നതാണ്. ഇപ്പോൾ കേജ്രിവാൾ പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല, അവരെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ പി എ ഇതാ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, ഇനി എന്നെ അറസ്റ്റ് ചെയ്യും, മോദി എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു, എൻ്റെ മരണം കാണാനാണ് മോദി ആഗ്രഹിക്കുന്നത്, ഇയാളെ കൊല്ലാനാണെങ്കിൽ വലിയ കാര്യമാണ്, ചുമ്മാ ഒരു ലോറി കൊണ്ടുപോയി ഇടിച്ചു കഴിഞ്ഞാൽ ചത്തുപോകില്ല ഇയാൾ എന്താ ഈ പറയുന്നത്? മാത്രമല്ല ഇപ്പോഴല്ല, 2016 ഇയാളിത് പറഞ്ഞു, 2019 പറഞ്ഞു, 2023 പറഞ്ഞു എന്നെ കൊല്ലാൻ പോവാണേ. ഇയാളുടെ കൂടെയുള്ളവരൊക്കെ പറയും മോദി കൊല്ലാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പോഴും പറയുന്നു എനിക്ക് വധഭീഷണിയുണ്ട്, വധഭീഷണി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോടും മനുഷ്യനെ ഉപദ്രവിക്കാതെ. എന്നിട്ട് BJP ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുന്നു, എന്നെ അറസ്റ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ജഗദീഷ് ശ്രീകുമാർ ഒരു സിനിമയിൽ ബഹളം വയ്ക്കുന്നുണ്ടല്ലോ, അതുപോലെ ആ പ്രദേശത്തേക്ക് പോലീസുകാർ കയറ്റിയില്ല. അവിടെ ബാരിക്കേഡൊക്കെ വെച്ച് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല, കൂടെ വിട്ട ആളുമില്ല. ഞാൻ വീഡിയോ ടി വിയിലൊക്കെ വന്നാണല്ലോ, നിങ്ങൾ നോക്ക്. അരവിന്ദ് കേജ്രിവാളുണ്ട്, ആ അതീഷി മർലേന എന്ന് പറഞ്ഞൊരു പെണ്ണുമ്പിള്ളയുണ്ടല്ലോ മന്ത്രി, ഇയാളുടെ. ഈ രണ്ടുപേർ, വേറെ നേതാക്കന്മാരെ ആരെയും കാണുന്നില്ല. സഞ്ജയ് സിംഗ് ഇല്ല, മറ്റേ ഭരദ്വാജ് ഇല്ല. ബടാ പാർട്ടികൾ രാഘവ് ചഡ്ഡ ഇറങ്ങിയിട്ടുണ്ട്, ഇംഗ്ലണ്ടിലായിരുന്നു, അദ്ദേഹവും രാജ്യസഭാ മെമ്പറാണ്. ആരുമില്ല കൂടെ. കുറേ പേരുണ്ട്. ആ ആൾക്കൂട്ടത്തെ മുഴുവൻ തന്നെ മലയാളം മീഡിയ കാണിക്കുന്നില്ല, കാണിച്ചാൽ പൊളിഞ്ഞു പോകും. ആളില്ലാന്ന്. ഈ തെമ്മാടിത്തരത്തിൻ്റെ പിന്നാലെ ആളെ കിട്ടുക. ഇയാൾ ജാഥ നടത്തണമെങ്കിൽ ഒന്നാമത് BJP ആഫീസിൻ്റെ നേർക്ക് ജാഥ നടത്തിയിട്ട് എന്ത് കാര്യം? പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിലേക്കല്ലേ ജാഥ നടത്തേണ്ടത് നിങ്ങളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ. JP നദ്ദയാണോ ആളെ അറസ്റ്റ് ചെയ്യുന്നത്? ഇതെന്ത് ഭ്രാന്ത്? ശരി, ആ ഭ്രാന്ത് ചെയ്തിരുന്നെങ്കിൽ നേരത്തെ ഇത് ചെയ്യേണ്ടതല്ലേ? ഇയാളുടെ കൂടെയുള്ള മനീഷ് സിസോദിയ അങ്ങേരെ അറസ്റ്റ് ചെയ്തു, ഇങ്ങനെ അനങ്ങിയില്ല. സത്യേന്ദ്ര ജെയിനെ അറസ്റ്റ് ചെയ്തു, ഇങ്ങനെ അനങ്ങിയില്ല. അപ്പോഴൊക്കെ കേജ്രിവാൾ ജയിലിന് പുറത്താണ്. ഈ സഞ്ജയ് സിംഗിനെ അറസ്റ്റ് ചെയ്തു, അപ്പോഴും ഇങ്ങനെ അനങ്ങിയില്ല. ഇപ്പോൾ PA അറസ്റ്റ് ചെയ്തു. PA ഒഫീഷ്യൽ PA അല്ല, ജോലി പോയി നിൽക്കുന്ന PA. അയാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കേജ്രിവാൾ പിടയ്ക്കാൻ തുടങ്ങി. ഇതിന് കാര്യം എന്താണെന്നറിയാമോ? ഇവരുടെയിലൊക്കെ രഹസ്യങ്ങളുണ്ട്. ഇതാണ് പ്രശ്നം. ഈ കേജ്രിവാൾ ഉണ്ടാക്കിയ കാശ് ഇപ്പോൾ കേജ്രിവാൾ പ്രസംഗിക്കുന്നത് 10 പൈസ കണ്ടെടുത്തിട്ടില്ല, എടുക്കാൻ പറ്റില്ല. പൈസ ഉണ്ടെങ്കിലല്ലേ എടുക്കാൻ പറ്റുള്ളൂ. കറൻസിയിലല്ലെന്നേ ഈ ഏർപ്പാട്. ഇപ്പം മറ്റേ ഒരു സാധനം ഇറങ്ങിയിട്ടില്ലേ, ബിറ്റ്കോയിൻ. ആ ബിറ്റ്കോയിനിലാണ് ഈ കളിയെല്ലാം നടന്നിരിക്കുന്നത്. ഈ ബിറ്റ്കോയിനിൽ കളി നടന്നു എന്നുള്ള വാട്സാപ്പ് മെസ്സേജ് ED സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. കൊടുത്തപ്പോൾ നമ്മളുടെ വക്കീൽ അഭിഷേക് മനു സിംഗ്വി ഞെട്ടിപ്പോയി. കാരണം ഈ രഹസ്യം സിംഗ്വിയോട് പോലും കേജ്രിവാൾ പറഞ്ഞിരുന്നില്ല. സാധാരണ ഡോക്ടറോടും വക്കീലോടും ഒന്നും ഒളിച്ചു വയ്ക്കരുതെന്ന് പറയുമല്ലോ. നടന്ന കാര്യം നടന്ന പോലെ വക്കീലിനോട് പറയണം. എന്നിട്ട് പിന്നെ കോടതിയിൽ എന്ത് പറയണമെന്ന് വക്കീൽ തീരുമാനിക്കും, നമ്മൾ എന്ത് പറയണമെന്നും വക്കീൽ തീരുമാനിക്കും. ചേട്ടന് ഇത്രയും പറയാവുള്ളൂ, ഇത് കൂടുതൽ പറയരുത്, അല്ല അത് പറയണ്ടേ, അത് പറയരുത്, അത് പറഞ്ഞാൽ അത് തിരിച്ചടിയാകും നമുക്ക്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കും വക്കീലന്മാർ. ഇത് പഠിപ്പിക്കണമെങ്കിൽ വക്കീലിനടുത്ത് നമ്മൾ സത്യം പറയണ്ടേ? വക്കീലിനടുത്ത് സത്യം പറഞ്ഞില്ല കേജ്രിവാൾ. അപ്പോൾ വക്കീൽ അതിന് ചൂടായി നിൽക്കുകയാണ്. വാസ്തവത്തിൽ വക്കീൽ, ഈ സിംഗ്വി എന്ന് പറയുന്ന വക്കീൽ ഇതിലൊരു കക്ഷിയാണ് ഈ വഴക്കിൽ. കാരണം പുള്ളിക്കൊരു രാജ്യസഭാ സ്ഥാനം വേണം. പുള്ളി അത് ഹിമാചൽ പ്രദേശിൽ നോക്കി അവിടെ പുള്ളി തോറ്റുപോയി. അതുകൊണ്ട് കേജ്രിവാളുമായിട്ടുള്ള ഡീല്
ഒരുപക്ഷെ പൈസയില്ല, എനിക്കൊരു രാജ്യസഭാ സ്ഥാനം തന്നേക്കാം എന്ന് സമ്മതിച്ചു. 3 പേരുണ്ട് കേജ്രിവാളിൻ്റെ നിയന്ത്രണത്തിൽ രാജ്യസഭയിൽ. 3-ലേതെങ്കിലും ഒരുത്തിനെ കൊണ്ട് രാജിവെപ്പിക്കാം എന്നായിരുന്നു മനസ്സിൽ കണ്ടതോ അല്ലെങ്കിൽ പ്രയോഗിക്കാമെന്ന് വിചാരിച്ചതോ. സിംഗ്വി കയറിയെന്ന് സിംഗ്വിക്ക് കാശൊന്നും വേണ്ട, ഇഷ്ടം പോലെ കാശല്ലേ. 100 crores ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ്ബുണ്ട്. അൺഒഫീഷ്യലി 100 crores ക്ലബ്ബ് എന്നാണ് ഇവരെ വിളിക്കുന്നത് സുപ്രീം കോടതിയിൽ. അതായത് മാസം 100 കോടി രൂപ വരുമാനമുള്ളവർ, മാസം 100 കോടി രൂപ. അതിലാണ് കപിൽ സിബൽ, പ്രശാന്ത് ഭൂഷൺ, അഭിഷേക് മനു സിംഗ്വി, ഇങ്ങനെ കുറേ വക്കീലന്മാരുണ്ട്. 100 crores ക്ലബ്ബ്. ഇതിൽപ്പെട്ട സിംഗ്വിക്ക് ഇനിയിപ്പോൾ കാശ് തന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സ്ഥാനം വേണം. രാജ്യസഭ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്ക് ജീവിക്കാനറിയാം. രാജ്യസഭയുടെ പ്രിവിലേജ് അത് വെച്ച് ജഡ്ജിമാരുടെ മുമ്പിൽ കിട്ടുന്ന പ്രിവിലേജ്, സ്വാധീനം, ഇതൊക്കെ. ഏതായാലും വിചാരിച്ച പോലെ കാര്യം നടന്നില്ല. സ്വാതി മലിവാൾ അമേരിക്കയിലായിരുന്നു ഈ സംഭവങ്ങളൊക്കെ, അറസ്റ്റും കാര്യമൊക്കെ നടക്കുന്നു. അവർ വന്ന് അവരോട് സൂചിപ്പിച്ചു രാജിയുടെ കാര്യം. അവർ പറ്റില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ കാര്യത്തിന് കാണാനായിട്ടാണ് ആ സ്ത്രീ ഈ ആപ്പിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ കേജ്രിവാളിൻ്റെ വീട്ടിൽ വരുന്നത്. വീട്ടിൽ വന്നപ്പോഴാണ് അവരെ തല്ലിയത്. തല്ലാൻ കാരണം ഇത് തന്നെയാണ്. അവർ രാജിവെക്കാൻ സമ്മതിച്ചില്ല, എനിക്ക് പറ്റില്ല എന്ന്. ബലം പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഞാനിതെല്ലാം കൂടെ വിളിച്ചു പറയും. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് മുഴുവൻ. സഞ്ജയ് സിംഗ് എന്ത് ചെയ്തു? സഞ്ജയ് സിംഗ് മഹാബുദ്ധിമാനാണ്. സഞ്ജയ് സിംഗ് ആരോടും മിണ്ടാതെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് മലിവാളിനെ തല്ലി. അത് മഹാമോശമായി പോയി. വിഭവ് കുമാറിൻ്റെ പേരിൽ മുഖ്യമന്ത്രി ഉടൻ തന്നെ കടുത്ത നടപടികൾ എടുക്കുന്നതാണ് എന്ന് സഞ്ജയ് സിംഗ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ടും കേജ്രിവാൾ വിഭവ് കുമാറിൻ്റെ പേരിൽ നടപടി എടുക്കുന്ന മാത്രമല്ല, അയാൾക്കൊപ്പം തന്നെയാണ്, അയാൾക്ക് വേണ്ടിയിട്ട് ജാഥ നടത്തുന്നു. ഇതുവരെ മറ്റാർക്കും വേണ്ടി ജാഥ നടത്താത്ത കേജ്രിവാൾ അയാൾക്ക് വേണ്ടി ജാഥ നടത്തുന്നു. കാരണം അയാൾ കേജ്രിവാളിൻ്റെ ആൾട്ടർ ഈഗോയാണ് വിഭവ് കുമാർ. ഇവർക്ക് ആർക്കും അറിയാത്ത, കേജ്രിവാളിന് മാത്രം അറിയാവുന്ന സത്യങ്ങൾ വിഭവ് കുമാറിന് അറിയാം. അയാളുടെ ഫോണിലുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് വിഭവ് കുമാറിൻ്റെ ഫോൺ ഫോർമാറ്റ് ചെയ്ത് മാറ്റി പോലും. അത് ഒരു ഗുലുമാല് പിടിച്ച കാര്യമാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ മൊബൈൽ ഫോണിൽ നിങ്ങളുടെ ഡാറ്റ നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഞാനതൊക്കെ ഡിലീറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഈ ഡിലീറ്റ് ചെയ്ത സാധനമൊക്കെ മൊബൈലിലുണ്ട്. നമ്മളത് കാണുന്നില്ലെന്നേ ഉള്ളൂ. മെമ്മറി സ്പേസ് ഫ്രീ ആയി, കാര്യമൊക്കെ ശരി. പക്ഷേ ഈ ഡാറ്റ പോയി വേറെ പല സ്ഥലത്തും സ്റ്റോർ ആവുന്നുണ്ട്. ക്ലൗഡിൽ നമ്മൾ സ്റ്റോർ ചെയ്യും. ക്ലൗഡിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ. ക്ലൗഡിൽ നിങ്ങളുടെ മെമ്മറി ഡിലീറ്റ് ആകും, പക്ഷേ നിങ്ങളുടെ ഇൻഫർമേഷൻ വേറൊരു സ്ഥലത്തേക്ക് പോകും. ഇതാണ് മൊബൈൽ. ഞാൻ നിങ്ങളോട് സത്യസന്ധമായിട്ട് പറയാം, നമ്മുടെ ആരുടെയും മൊബൈൽ സേഫ് അല്ല. നമ്മുടെ മൊബൈലിൽ നമ്മളെടുത്ത ചിത്രങ്ങൾ, സംഗതികളൊക്കെ ദീർഘകാലം നിലനിൽക്കും. ഇതൊക്കെ സായിപ്പിൻ്റെ ഏതോ സർവറിൽ പോയിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഞാൻ നിങ്ങൾക്കൊരു ജിമെയിൽ അയച്ചാൽ, ജിമെയിലാണല്ലോ, അതിൻ്റെ ഉടമസ്ഥൻ ഗൂഗിളാണല്ലോ, അവനത് കാണുന്നുണ്ടല്ലോ. അവന് വേണമെങ്കിൽ ജിമെയിൽ അയക്കാതിരിക്കാം. നമ്മളൊരു മൊബൈൽ എടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ, ഒരു ജിമെയിൽ എടുക്കുമ്പോൾ അക്സെപ്റ്റ് എന്ന് പറഞ്ഞ് തട്ടി അങ്ങ് വിടുന്നില്ലേ? ഇതെന്താ സംഭവം? ഞാൻ അയക്കുന്ന മെയിൽ അത് തടഞ്ഞു വയ്ക്കാൻ ഗൂഗിളിന് അവകാശമുണ്ട്. അത് മാറ്റിമറിക്കാൻ ഗൂഗിളിന് അവകാശമുണ്ട്. എൻ്റെ മൊബൈലിലെ സകല ഫോട്ടോയും കാണാൻ ഗൂഗിളിന് അവകാശമുണ്ട്. അങ്ങനെ കണ്ട് എന്തെങ്കിലും ലീഗൽ പ്രശ്നമുണ്ടായാൽ ഗൂഗിളിന് ഉത്തരവാദിയല്ല. ഇതൊക്കെയാണ് അക്സെപ്റ്റ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അടിച്ചു കൊടുത്താലേ ജിമെയിൽ എടുക്കാനും പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ മൊബൈലിലെ വിവരം പരമരഹസ്യമാണ്. ഞാനത് മറ്റാരെങ്കിലും കാണുന്നതിന് മുമ്പേ അശ്ലീലമാണ്, ഞാനത് ഡിലീറ്റ് ചെയ്തു. കാര്യമൊക്കെ ശരി ചേട്ടാ. വേറൊരാൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് കാണാൻ പറ്റില്ല. ബട്ട് ഈ ഏജൻസികൾക്ക് കാണാൻ പറ്റും. ഒരു കാര്യം മനസ്സിലാക്കുക, പൂട്ട് ഉണ്ടാക്കിയ കൊല്ലന് അത് തുറക്കാൻ അറിയാം. നിങ്ങളുടെ ഫോൺ സാംസങ് ആണെങ്കിൽ അതിനകത്ത് ഉള്ള വിവരങ്ങൾ സാംസങ്ങിൻ്റെ കയ്യിലുണ്ട്. ഐഫോൺ ആണെങ്കിൽ ആപ്പിളിൻ്റെ കയ്യിലുണ്ട്. അങ്ങനെയാണ് കേജ്രിവാളിൻ്റെ ഐഫോൺ ലോക്കായി. അത് സ്വകാര്യതയാണ്, തുറക്കാൻ പറ്റില്ല എന്ന് കേജ്രിവാൾ പറഞ്ഞു. ആപ്പിളിനെ വിളിച്ചപ്പോൾ ആപ്പിൾ പറഞ്ഞു, അയ്യോ ഇതൊക്കെ സ്വകാര്യതയാണ്, ഞങ്ങൾക്ക് ഇത് തുറക്കാൻ പറ്റില്ല. വേറൊരു ഏജൻസി വെച്ച് തുറക്കാൻ നോക്കിയപ്പോൾ ആപ്പിള് അവരുടെ
ബാക്ക് എൻട്രിയിലൂടെ ആ ഫോൺ നിശ്ചലമേ ആക്കിയിട്ടുള്ളൂ. ഡാറ്റ അതിനകത്തുണ്ട്. ആ ഡാറ്റ ഇന്നല്ലെങ്കിൽ നാളെ എടുക്കും. ഇപ്പോൾ വിഭവ് കുമാർ ഇത് ഫോൺ മാനിപ്പുലേറ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഡാറ്റയൊന്നും കളയാൻ സാധ്യമല്ല. കളഞ്ഞ ഡാറ്റ തിരിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നേ ഉള്ളൂ, കുറച്ച് പ്രയാസമാണ്. അതിനൊരു ലാബും സെറ്റപ്പും ഒക്കെ വേണം. വെറുതെ നമ്മൾ കയ്യിലെടുത്തിട്ട് അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. അതൊരു ടെക്നോളജിയാണ്. അതിനുള്ള ലാബ് ബോംബെയിൽ, ഡൽഹിയിലൊക്കെ ഉണ്ട്. അത് ഇഡിയോ പോലീസുകാരോ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളൂ. എനിക്ക് പറയാനുള്ളത്, ഇത്രയും പേര് ജയിലിൽ പോയപ്പോൾ ജാഥ നടത്താത്ത കേജ്രിവാൾ വിഭവ് കുമാറിന് വേണ്ടിയിട്ട് എന്തുകൊണ്ട് ജാഥ നടത്തുന്നു? എങ്ങനെയാണ് വിഭവ് കുമാർ ഒരു VIP ആകുന്നത് ആം ആദ്മി പാർട്ടിയിൽ? ഇപ്പോൾ ആം ആദ്മി പാർട്ടിയെ കൂടെ ED പ്രതിയാക്കിയിട്ടുണ്ട്. പിന്നെ അടുത്ത നാടകം എന്തായിരിക്കും എന്നെനിക്കറിയില്ല. കേജ്രിവാളിൻ്റെ FIR റദ്ദാക്കണം എന്ന് പറഞ്ഞിട്ടാണ് കേജ്രിവാളിൻ്റെ ഒറിജിനൽ കേസ്, അതായത് ED കേസ് തന്നെ ഇല്ലാതെയാക്കണം. അപ്പോൾ റിമാൻഡ് ഇല്ലാതെയാകും. അപ്പോൾ ജയിലിൽ കിടന്നു ആ സമയം സഹിക്കുക, അത്രയേ ഉള്ളൂ. പക്ഷേ കേസ് മുളയിലേ നുള്ളിക്കളയണം. ഇതാണ് കേജ്രിവാളിൻ്റെ ആവശ്യം. അത് പരിഗണിക്കാം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അത് മിക്കവാറും ഈ 1-ാം തീയതിയാണ് അവസാനത്തെ ഇത് തിരഞ്ഞെടുപ്പ് എന്ന് തോന്നുന്നു എനിക്ക്. ഐ ഡോണ്ട് റിമെമ്പർ നൗ. ഏതായാലും തിരഞ്ഞെടുപ്പിന് മുമ്പ് മിക്കവാറും കേജ്രിവാളിൻ്റെ വിധി വന്നിരിക്കും. ആ വിധി കേജ്രിവാളിന് എതിരായിരിക്കും എന്ന് പറയാൻ ഇന്നിപ്പോൾ പഴയ പോലെ എനിക്ക് ധൈര്യമില്ല. ചിലപ്പോൾ കേജ്രിവാളിന് അനുകൂലമായ വിധിയും എല്ലാ തെളിവുകളൊക്കെ ഉണ്ടെങ്കിലും ഇവർ കോടതി ചിലപ്പോൾ ആൾക്കാരെ തെളിവില്ല എന്ന് പറഞ്ഞ് വെറുതെ വിടാറുണ്ട്. ഏതായാലും 4 വശത്തു നിന്നും പൂട്ടാവുന്ന അത്രയും ED ഇങ്ങനെ പൂട്ടിയിട്ടുണ്ട്. NIA-യുടെ ഇന്നത്തെ റിപ്പോർട്ട് അനുസരിച്ച് 7 കോടി രൂപ ഫോറിൻ കോൺട്രിബ്യൂഷൻ ആം ആദ്മി പാർട്ടി വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ രേഖകൾ ആഭ്യന്തര മന്ത്രാലയത്തിന് ED സമർപ്പിച്ചിട്ടുണ്ട്. അത് വേറൊരു കേസാക്കി മാറ്റണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 7 കോടി. മൊത്തം ഇവർ വാങ്ങിയിരിക്കുന്നത് 340 കോടിയാണ്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് വിദേശ ഫണ്ട് വാങ്ങാം, പക്ഷേ അതിനൊരു നിയമമുണ്ട്, FCRA, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്. അതിലെ വ്യവസ്ഥകളനുസരിച്ച് നിങ്ങൾക്ക് എത്ര കോടി വേണമെങ്കിലും ഫോറിനിൽ നിന്നോ എവിടെ നിന്നോ നിങ്ങൾക്ക് സംഭാവന വാങ്ങാം. അതിന് ചട്ടമുണ്ട്, അത് പാലിക്കണം. റിസർവ് ബാങ്കിനെയൊക്കെ അറിയിച്ചിട്ട് വേണം ചെയ്യാൻ. പക്ഷേ ഇവർ 16 17 രാജ്യങ്ങളിൽ നിന്ന് നിരവധി കോടികൾ ഇവർ സംഭരിച്ചിട്ടുണ്ട്. ഇത് റിസർവ് ബാങ്കിനെ അറിയിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ പൈസ ഇവർക്ക് വന്നിട്ടുണ്ട്. ഈ സാധനം നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിലെ ലഫ്റ്റനൻറ്റ് ഗവർണർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. NIA ഇതുവരെ കേസ് എടുത്തിട്ടില്ല. ഏതായാലും കേജ്രിവാൾ ഈ തരികടയെല്ലാം കാണിച്ചിട്ട് അന്താരാഷ്ട്ര പ്രഷർ ഓർക്കണില്ലേ? കേജ്രിവാളിന് വേണ്ടിയിട്ട് യുണൈറ്റഡ് നേഷൻസ്, USA, ജർമ്മനി, ഈ 3 കക്ഷികൾ ഇറങ്ങിയതാണ് കേജ്രിവാളിന് വേണ്ടിയിട്ട്. അപ്പം നിസ്സാരക്കാരനല്ല. പുറത്തുനിന്നാണ് ഇതിൻ്റെ എല്ലാം നിയന്ത്രണം നടക്കുന്നത്. ഈ പൈസ കൊടുത്തത് ഒരുത്തൻ നമ്മുടെ ഗുർപത്വന്ത് സിംഗ് പന്നു, ആകെ 5 സിഖുകാർ അവൻ്റെ കൂടെ ഇല്ല, പക്ഷേ കാശുണ്ട്. നിരന്തരം യൂട്യൂബിൽ വീഡിയോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഭാരതത്തെ ഞാൻ നാളെ രാവിലെ പൊട്ടിച്ച് കളയും, നവംബർ 19 എന്ന് പറഞ്ഞൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ എയർ ഇന്ത്യ വിമാനത്തിൽ നിങ്ങൾ കയറി കംപ്ലീറ്റ് വിമാനങ്ങൾ തീർത്ത് കളയും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും. ഇവനെ ഒരു VIP ആക്കി അമേരിക്കക്കാർ കൊണ്ടു നടക്കുന്നു, സെക്യൂരിറ്റിയൊക്കെ കൊടുത്തിട്ട്. ഇവൻ്റെ കയ്യിൽ നിന്ന് എന്തോ $17 മില്യൺ, അതാണ് ഈ 340 കോടി ഞാൻ പറഞ്ഞത്, തത്തുല്യമായ ഡോളർ കേജ്രിവാൾ വാങ്ങിച്ചു. പക്ഷേ പ്രതിഫലം എന്തൊക്കെയോ ചെയ്തു കൊടുക്കുക, ആരെയോ ജയിലിൽ നിന്ന് വിടാമെന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊന്നും നടന്നില്ല എന്ന് ഈ പന്നു വിളിച്ച് പറഞ്ഞു. അങ്ങനെയാണ് ഈ സാധനം എല്ലാം കൂടെ പുറത്ത് വരുന്നത്. പന്നു അല്ലെങ്കിൽ തന്നെ ഒരു തല്ലിപ്പൊളിയാണ്. ആ തല്ലിപ്പൊളിയാണ് ഇവൻ കാശ് മേടിച്ചിട്ട് എന്നാൽ പിന്നെ അവൻ ചെയ്തു കൊടുക്കാനുള്ളത് കൊടുക്കണ്ടേ? അത് നടന്നില്ല. നടക്കാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ജയിലിൽ കിടക്കുന്ന ഒരാളിനെ കേജ്രിവാൾ വിചാരിച്ചാൽ തുറന്നുവിടാൻ പറ്റുമോ? സംസ്ഥാന സർക്കാരിൻ്റെയോ കേന്ദ്ര സർക്കാരിൻ്റെ ആര് വിചാരിച്ചാലും ജയിലിൽ തുറന്നു വിടാൻ പറ്റില്ല, അത് കോടതി വിചാരിക്കണ്ടേ? പക്ഷേ ഇത് പന്നുവിനറിയാമല്ലേ, പന്നു വിചാരിക്കുന്ന ജയിലിൻ്റെ താക്കോൽ കേജ്രിവാളിൻ്റെ കയ്യിലാണ്, തുറന്നു വിട്ടാൽ മതി. അത്രയ്ക്ക് പൊട്ടനാണ് പന്നു. എന്നിട്ട് കാശ് കൊടുത്തു. കേജ്രിവാൾ ഇപ്പോൾ എന്ത് കാശ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പുറത്ത് വന്നു. ഇതെല്ലാം കൂടെ അടുത്ത കേസായി. ഇത്രയും
ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് നടത്തുന്ന മനുഷ്യനാണ്, ചൂലാണ്, ഞാനെല്ലാം വൃത്തിയാക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയത് മാത്രമല്ല, ഒരുപാട് നാട്ടുകാർ ഇദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുകയും ചെയ്തു. 2 സ്ഥലത്ത് ഭരിക്കുന്നുമുണ്ട്, ഡൽഹിയിലും പഞ്ചാബിലും. പഞ്ചാബിൻ്റെ രസം നോക്കണേ, പഞ്ചാബിൻ്റെ മാനുണ്ടല്ലോ, എന്താ ഗുർദാസ് മാൻ, എന്തോ ഒരു മാൻ, ഇയാളുടെ മുഖ്യമന്ത്രി. ഈ മാൻ ഡൽഹിയിൽ കാണുന്നേയില്ല. ഈ മാർച്ച് നടക്കുന്നു, അടിപിടി നടക്കുന്നു, എന്തെല്ലാം ബഹളമൊക്കെ നടക്കുന്നു. മാൻ എവിടെ പോയി? മാൻ നല്ല തണിയാണ്, സന്ധ്യയായി കഴിഞ്ഞാൽ. സന്ധ്യയ്ക്ക് മാത്രമല്ല, പകലുമൊക്കെ അങ്ങനെയാണെന്നാണ് പറയുന്നത്. അങ്ങനെ കാലടറി വീഴാൻ പോകുന്ന വീഡിയോ ഒക്കെ ഉണ്ട്. പല ഞാൻ അപവാദമായിട്ട് പറയുമൊന്നുമല്ല, എനിക്ക് ഈ മനുഷ്യനെ അറിയില്ല. അപ്പോൾ ഏതായാലും ഈ കാര്യത്തിൽ അദ്ദേഹം വളരെ ഫേമസ് ആണ്, അല്ലെങ്കിൽ ഇൻഫേമസ് ആണ്. പക്ഷേ കക്ഷി ഈ ഡൽഹി പ്രശ്നത്തിൽ തലയിടാൻ ഇല്ല, മാറി. കാരണം തലയിട്ടാൽ പ്രശ്നമാണ്. ഇങ്ങനെയുടെ ഒന്നും ബുദ്ധിക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളാണ് കേജ്രിവാൾ ചെയ്തിരിക്കുന്നത്. ഈ ബിറ്റ് കോയിൻ ഇടപാട് ഇപ്പോഴും എന്താണ് ഈ കുന്തമെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ബിറ്റ് കോയിൻ ആക്ച്വൽ കറൻസി അല്ല, അതെന്തോ ആകാശത്തിൽ കൂടെ കറങ്ങുന്ന കറൻസിയാണ്. ഈ ബിറ്റ് കോയിൻ ഇടപാടാണ് നടത്തിയതെന്നുള്ള ഡീറ്റെയിൽസ് രാഘവ് ചഡ്ഡയുടെ കയ്യിലുണ്ട്, സ്വാതി മലിവാലിൻ്റെ കയ്യിലുണ്ട്, സഞ്ജയ് സിംഗിൻ്റെ കയ്യിലുണ്ട്, വിഭവ് കുമാറിൻ്റെ കയ്യിലുണ്ട്. അങ്ങനെയാണ് സ്വാതി മലിവാലിനെ ഇപ്പോൾ BJP അവരെ കൊണ്ട് നാടകം കളിപ്പിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ് എങ്ങനെയെങ്കിലും സ്വാതി മലിവാലിനെ BJPക്കാരി ആക്കണം. പിന്നെ അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് രാഷ്ട്രീയമാണെന്ന് പറയാമല്ലോ. ഇതൊക്കെയാണ് കേജ്രിവാളിൻ്റെ തന്ത്രം. ഇത്ര ലോ ലെവൽ തന്ത്രം പയറ്റുന്ന ഒരു മറ്റൊരു രാഷ്ട്രീയക്കാരൻ ഒരുപക്ഷെ പിണറായി വിജയനും ഉണ്ടാവുള്ളൂ. പിണറായി വിജയൻ പിന്നെ ഇതൊക്കെ അങ്ങ് ചെയ്യും എന്നുള്ളതല്ലാതെ പുറത്തൊന്നും പറയില്ല. പിണറായി വിജയൻ വളവുകൾ അമർത്താനൊന്നും പറയില്ല. കേജ്രിവാളിനെ പോലെ മീഡിയയെ കാണുമ്പോൾ അങ്ങോട്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക, തോന്നിയാസം വിളിച്ചു പറയുക. നമ്മുടെ ആശാൻ അതിനൊന്നും പോകില്ല. നീറ്റായിട്ട് നടത്താനുള്ള കാര്യങ്ങൾ നടത്തും. ഇപ്പോൾ പുള്ളി ഫോറിനിൽ പോയി, എവിടെ പോയി എന്ന് ആരോടും പറഞ്ഞില്ല. പറയേണ്ട കാര്യമില്ല, പറയേണ്ട കാര്യമില്ല എന്ന് പോലും പറയുന്നില്ല. ഒരു മുഖ്യമന്ത്രിക്ക് അങ്ങനെ പറയാമല്ലോ. മുഖ്യമന്ത്രി എവിടെ പോകുന്നു, ഞാൻ എവിടെ പോയാൽ നിനക്കെന്താ, എനിക്ക് സൗകര്യമില്ല പറയാൻ. ഇതൊരു റിപ്ലൈ ആണ്, ധാർഷ്ട്യമാണ്, പക്ഷേ അതൊരു മറുപടിയാണ്. ഇതുപോലും പിണറായി വിജയൻ ചെയ്യുന്നില്ല. അപ്പോഴോ ഇവനെയൊക്കെ, ഈ കേജ്രിവാളിനെയൊക്കെ വിറ്റ കാശ് ചില്ലറയാക്കി പോക്കറ്റിട്ടുകൊണ്ടാണ് നമ്മുടെ മൂപ്പര് നടക്കുന്നത്. അതുകൊണ്ട് മൂപ്പർക്കൊരു കേടുമില്ല. ഇതുപോലത്തേക്കുള്ള ഹീനകൃത്യങ്ങൾ ചെയ്യുന്നവർ മിണ്ടാതിരിക്കാനെങ്കിലും ശീലിക്കണം. ഇതെല്ലാം കൂടെ ചെയ്യും, മിണ്ടും, അടിവഴക്കുണ്ടാക്കും, കോളേജ് പിള്ളേരെ പോലെ ആഫീസിൽ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും, കേസാക്കും, വൃത്തികേടാക്കും. എന്നിട്ട് ഞാൻ വലിയ പുണ്യവാളനാണ്, ജനാധിപത്യം, ഭരണഘടന എന്നൊക്കെ പറയും. കൂടെ ഹനുമാൻ കോവിലിൽ പോയി തൊഴുകയും ചെയ്യും. എൻ്റെ ദൈവമേ, എന്തൊക്കെ ചരക്കുകളെ കാണണം ഈ ഇന്ത്യ മുന്നണിയിൽ. ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇത് നാടകം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതങ്ങ് മൂർധന്യത്തിലെത്തും. നമുക്കെല്ലാം കാത്തിരിക്കാം. താങ്ക് യു.